വെൽക്കം ബാക്ക് ടു ജോർജ് ദ ഇന്ത്യൻ ഫാമർ. ഇത് കൊടപ്പുളി, മലയാളികളുടെ വളരെ പ്രിയപ്പെട്ട ഒരു പുളി വർഗത്തിലുള്ള ഒരു വെറൈറ്റിയാണ് കൊടപ്പുളി. കൊടപ്പുളിയുടെ മരമാണ്. അത്യാവശ്യം നല്ല വലിയൊരു മരമാണ്. അപ്പോൾ ഈ തെങ്ങുകളൊക്കെ വേണമെങ്കിൽ ഒരു 4-5 നില പൊക്കമുള്ള തെങ്ങുകളാണ്. ഇത് കാണുന്ന മരം. അപ്പോൾ ഇതെൻ്റെ അനിയൻ്റെ പ്ലോട്ടാണ്, തൃശ്ശൂരിനടുത്ത് മരത്താക്കര എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പോൾ ഞാൻ ഈ പ്ലോട്ടൊക്കെ ഒന്ന് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു പകുതി, ഒരു ഹാഫ് കഴിഞ്ഞു. അടുത്ത ഹാഫ് ഇവിടേക്ക് മഴയ്ക്ക് ശേഷം, ഇതിപ്പോൾ ഓഗസ്റ്റ് ലാസ്റ്റായി, മഴയ്ക്ക് ശേഷമുള്ള സമയമായതുകൊണ്ട് ധാരാളം കാട് പിടിച്ച് പുല്ലൊക്കെ ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്യുമ്പോൾ എനിക്ക് ഇവിടുന്ന് കിട്ടിയതാണ് ഇപ്പോൾ ഈ കൊടപ്പുളി. ഇന്നലെ കുറച്ച് കിട്ടിയിരുന്നു. അതിവിടെ ഈ ക്ലീനിങ് ചെയ്തുകൊണ്ടിരുന്ന തമിഴന്മാർ ചേട്ടന്മാർ കൊണ്ടുപോയി. ഇത് ഞാൻ കളക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതുമ്മ ഈ മരത്തുമ്മ നല്ല ഷെയ്ഡുള്ളൊരു മരമാണിത്. വളരെ ഡാർക്ക് ഇലകളായിട്ട് ധാരാളം ഷെയ്ഡ് തരുന്ന ഒരു മരമാണത്. അപ്പം അടുത്തുള്ള തെങ്ങുമെന്നുള്ള പട്ടയൊക്കെ അതുമ്മ കിടക്കുന്നുണ്ട്, ഇതിൻ്റെ ഇടയിൽ കുടുങ്ങി കിടക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ പുറമേ നോക്കുമ്പോൾ അധികം ഇല്ല. പക്ഷേ ഇന്നലെ ഞങ്ങൾ ഇവിടെ നിന്ന് കളക്ട് ചെയ്തതിന് ശേഷം ഇന്ന് രാവിലെ വന്ന് നോക്കുമ്പോൾ നേരത്തെ കണ്ട കുറച്ച് ഒരു 5-8 എണ്ണം കിട്ടി. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ എവിടെയോ ഈ തിക്കായിട്ടുള്ള ഒരു കനോപ്പിയാണുള്ളത്. ഇതിൻ്റെ ഉള്ളിലൊക്കെ എവിടെയോ നിൽപ്പുണ്ട്. ഇതിവിടെ ഒരു പച്ച നിൽക്കുന്നുണ്ട്, ഒരു പച്ച പുളി. ഇത് കാണുന്നുണ്ടോയെന്നറിയില്ല. എനിവേ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇത് നമ്മുടെ അവിടെ കൊടപ്പുളി എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ മലബാർ ടാമറിൻഡ് എന്നാണ് പറയുന്നത്. അതുപോലെ ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം ഗാർസീനിയ കാംബോജിയ എന്നാണ്. കൊങ്കൺ സൈഡിൽ ഇതിനെ കോക്കം എന്നും പറയും. അപ്പോൾ ഇതിപ്പോൾ ഈ അടുത്ത് ഇതിൻ്റെ ഗുണങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഇത് ഒബിസിറ്റി അല്ലെങ്കിൽ വെയ്റ്റ് ലോസിന്, ഒബിസിറ്റി ഒരു വലിയൊരു പ്രശ്നമാണ് ഇപ്പോൾ ഇന്നത്തെ കാലത്ത്. അപ്പോൾ വെയ്റ്റ് ലോസിനായിട്ട് ഇതിൻ്റെ ജ്യൂസ് കുടിക്കൽ ഒരു ട്രെൻഡായിട്ടുണ്ട്. ഇപ്പോൾ ബോളിവുഡിലൊക്കെ ഉള്ള പല നടിമാരും കോക്കം ജ്യൂസ്, അവിടെ ഈ കൊങ്കൺ സൈഡിൽ, ഗോവ, മഹാരാഷ്ട്ര സൈഡിലൊക്കെ ഇതിൻ്റെ ജ്യൂസ് കോക്കം എന്നാണ് അവർ പറയണത്. ജ്യൂസ് വളരെ ഫേമസ് ആണ്. അവർ ധാരാളം കൺസ്യൂം ചെയ്യുന്നതാണ്, പ്രത്യേകിച്ച് ചൂട് കാലത്താണ് പറയണത്. അപ്പോൾ ഈ ജ്യൂസ് ഇതിൻ്റെ കുടിക്കുന്നത് ശരീരത്തിലെ ഫാറ്റ്, എക്സസ് ഫാറ്റ് കളയാനായിട്ട് നല്ലതാണെന്ന് പറയണത്. ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാം. അതുപോലെ പച്ചയുണ്ട് ഒരെണ്ണം, അപ്പോൾ അങ്ങനെ ഇതിൻ്റെ ഇടയിലുണ്ട്. അത്ര വിസിബിളല്ല, ഇത് കാണാം ശരിക്ക്. അപ്പോൾ ഈ ഗാർസീനിയ കാംബോജിയ എന്ന് പറയുന്നത് ഇപ്പോൾ സമീപകാലത്ത് നമ്മുടെ നാട്ടിലും കേരളത്തിൽ കുടപ്പുളി ലേഹ്യം എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണാം, അതിൻ്റെ പരസ്യങ്ങൾ. ഇപ്പോൾ ഈ കുടപ്പുളി ലേഹ്യമൊക്കെ ഉദ്ദേശിക്കുന്നത് ഈ വണ്ണം കുറയ്ക്കാനായിട്ട്, തടി കുറയ്ക്കാനുള്ളൊരു മാർഗമായിട്ടാണ് ഇപ്പോൾ ഇതിലൊക്കെ പറയണത്. അപ്പോൾ ആ ലേഹ്യം കഴിച്ചാൽ തടി കുറയുമെന്ന് പറയണു. ഇപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഈ പുളി ഉപയോഗിച്ച് വേറെ എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. ഇത് ഉണക്കിയത് എൻ്റെ വീട്ടിൽ ധാരാളം ഉണ്ട്. ഈ പഴുത്ത പുളി കൊണ്ട് പിക്കിൾ ചെയ്യാനോ എന്തെങ്കിലുമൊക്കെ പറ്റുമെന്നൊന്ന് നോക്കണം. ഇപ്പോൾ ഇതിനൊരു കറയൊക്കെ ഉണ്ടെന്നാണ് തോന്നണത്. അപ്പോൾ അത് കറ കളയാനായിട്ട് നമ്മൾ ഈ ലൈം വാട്ടറിലൊക്കെ ഇട്ട് വയ്ക്കും, ചുണ്ണാമ്പ്, അങ്ങനെയുള്ള ചില പ്രക്രിയകളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നെറ്റിൽ നോക്കി, യൂട്യൂബിൽ നോക്കിയാൽ കാണാം. ഇപ്പം നമ്മൾ ചില ഫ്രൂട്ട്സ് അതുപോലെ ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഈ കറ കളയാനായിട്ട്. അപ്പോൾ അതുപോലെയൊക്കെ ചെയ്തെടുത്തിട്ട് ഇതിനെ പ്രോസസ്സ് ചെയ്ത് പിക്കിൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഒന്ന് നോക്കണം. അതിനാണ് ഞാനിപ്പോൾ ഇത് കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയിലുള്ള വിശേഷം. താങ്ക്സ് ഫോർ വാച്ചിങ്.